സം, സംവൺ, സംബടി. വസ്തുക്കളെയോ വ്യക്തികളെയോ കുറിച്ച് കൃത്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് മലയാളത്തിൽ ഏകദേശം ഒരേ അർത്ഥമാണ് ഉള്ളത്. നമുക്കാദ്യം സം എന്ന വാക്ക് പരിശോധിക്കാം. ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ചില, ചിലർ, കുറച്ച്, ഏതോ എന്നൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഐ നീഡ് സം വാട്ടർ. ഇവിടെ സം ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവായിട്ടാണ്. കുറച്ച് എന്ന അർത്ഥമാണ് ഉള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കാം. സം ആർ ബോൺ ഗ്രേറ്റ്. ചിലർ മഹാന്മാരായി ജനിക്കുന്നു. ഇവിടെ സം ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ അഥവാ പ്രോനൗണായിട്ടാണ്. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഐ നീഡ് ടു വർക്ക് ഓൺ ഇറ്റ് സം മോർ. ഇവിടെ സം ഉപയോഗിച്ചിരിക്കുന്നത് ആഡ്വർബായിട്ടാണ്. എന്താണ് നൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ് മുതലായവ? വാക്യങ്ങളിൽ വാക്കുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ വാക്കുകളെ 8 തരംതിരിച്ചിരിക്കുന്നു. നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇംഗ്ലീഷിൽ ഇവ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. സം വൺ ആൻഡ് സംവടി. ഇവ വ്യക്തികളെ കുറിക്കുന്നു. ആരോ, ആരെങ്കിലും, ഏതോ ഒരാൾ എന്നീ അർത്ഥങ്ങളാണ് ഇവയ്ക്കുള്ളത്. നമുക്ക് ചില ഉദാഹരണങ്ങളോട് നോക്കാം. ഡിഡ് സമ്മൺ ഓപ്പൺ ദ ഡോർ. ഇവിടെ സംവണിൻ്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും. അടുത്തൊരു ഉദാഹരണം നോക്കാം. ഡിഡ് സമ്മൺ കോൾ മീ. എന്നെ ആരെങ്കിലും വിളിച്ചോ? അപ്പോൾ അവിടെയും സമ്മണിൻ്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും. ഇനി സംബടി ഉപയോഗിച്ച് ചില വാക്യങ്ങൾ. സംബടി ഈസ് കമ്മിങ്. ആരോ വരുന്നുണ്ട്. അപ്പോൾ സംബടിയുടെ അർത്ഥം ആരോ. സംബടി കോൾഡ് യു. ആരോ നിങ്ങളെ വിളിച്ചു. അവിടെയും സംബടിയുടെ അർത്ഥം ആരോ. സം, സംവൺ ആൻഡ് സംബടി. ഇനി തെറ്റില്ലല്ലോ.